ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഓട്ടോബയോഗ്രാഫിയുടെ ഒരു പാർട്ടാണ് കേട്ടോ, ഹെലൻ കെല്ലറിൻ്റെ. അപ്പോൾ അതിനു മുന്നേ നമുക്ക് കുറച്ച് 3 പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹിയർ ആർ സം പീപ്പിൾ ഹൂ മെയ്ഡ് ഇറ്റ് ബിഗ് എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന്, അതായത് അവർക്ക് കുറേ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ട് അവർ അതൊക്കെ മറികടന്ന് ഒരു നല്ല വിജയം കൈവരിച്ച വ്യക്തികളാണ് ഈ കാണിക്കുന്നത്. ആദ്യത്തെ എന്താണ്? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സെക്കൻഡ് വൺ വന്നത് അരുണിമ സിൻഹ. തേർഡ് വന്നത് രവീന്ദ്ര ജെയിൻ. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ബ്രിട്ടീഷ് ഫിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ആൻഡ് ഓതർ. അദ്ദേഹം എന്താണ്? ബ്രിട്ടീഷ് ഫിസിസ്റ്റാണ്, കോസ്മോളജിസ്റ്റാണ്, ഓതറാണ്. ഈ സ്റ്റീഫൻ വില്യം നമ്മൾ +1 ചാപ്റ്ററിൽ പഠിക്കാൻ വരുന്നുണ്ട്. അവിടെ ഒരു പാർട്ട് തന്നെ ഉണ്ട് പഠിക്കണം. സ്റ്റീഫൻ വില്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്മോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം എങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെയൊക്കെ പഠിക്കാനുള്ള ഇത്. അതേപോലെ തന്നെ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന് എന്ന് പറഞ്ഞാൽ നടക്കാനും സംസാരിക്കാനൊക്കെ ഒന്നും കഴിയില്ലായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹം ഇത്രയൊക്കെയായി അല്ലേ. സെക്കൻഡ് വൺ വന്നിട്ട് അരുണിമ സിൻഹ, ദ ഫസ്റ്റ് ഫീമെയിൽ അംബ്യൂട്ടി ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ്. അംബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കൈകാലുകളൊക്കെ ഒരേപോലെ അല്ലാത്തത്, അതായത് എല്ലാ മനുഷ്യരെ പോലെ അല്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതുള്ളത്, അല്ലെങ്കിൽ ഒരു വിരൽ കുറവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇല്ലേ, അതിനെയാണ് അംബ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഉള്ളത് അല്ലാത്തത്. ഓക്കെ. തേർഡ് വൺ വന്നിട്ട് രവീന്ദ്ര ജെയിൻ, ഇന്ത്യൻ മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ് ആൻഡ് പ്ലേബാക്ക് സിംഗർ. രവീന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോൾ തൊട്ടേ കാഴ്ചശക്തി ഇല്ല, പക്ഷേ അദ്ദേഹം കാഴ്ചശക്തി ഇല്ലായിരുന്നിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മ്യൂസീഷ്യൻ, ലിറിസിസ്റ്റും പ്ലേബാക്ക് സിംഗറൊക്കെ മ്യൂസിക് കമ്പോസറൊക്കെ ആയി അദ്ദേഹം മാറി. ഈ രാമായണം പോലുള്ള ഇതില്ലേ, അതിനൊക്കെ സെറ്റ് ചെയ്തത് രവീന്ദ്ര ജെയിനായിരുന്നു. ഓക്കെ. അപ്പോൾ അതേപോലത്തെ ഒരു ഇതാണ് നമ്മൾ വായിക്കാൻ പോണത്, ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫി. നൗ റീഡ് ആൻഡ് എക്സെപ്റ്റ് ഫ്രം ചാപ്റ്റർ 1 ഓഫ് ഹെലൻ കെല്ലേഴ്സ് ഓട്ടോബയോഗ്രഫി. ഓട്ടോബയോഗ്രഫിയിൽ എക്സെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ 1 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം മറികടന്ന് അവർ അവരുടേതായിട്ടുള്ള സ്ഥാനം ഓരോ ഫീൽഡിൽ തെളിയിച്ച് ലോകത്തിൽ സ്ഥാനം നേടിയവരാണ് അല്ലേ. എത്ര പരിമിതികൾ ഉണ്ടായിട്ടും അവർ അവരുടേതായ കഴിവ് തെളിയിച്ച് സ്ഥാനം നേടിയവരുടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ബൈ ഹെലൻ കെല്ലർ. The beginning of my life was simple and much like every other little life. I came, I saw, I conquered as the first baby in the family always does. എന്താണ്? ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്. എല്ലാ ചെറിയ കുഞ്ഞുങ്ങളെയും പോലെ എൻ്റെ ലൈഫും സാധാരണമായിരുന്നു. അതെന്താണ്? എല്ലാ കുട്ടികളും ജനിക്കണ പോലെ അതുപോലെ ആയിരുന്നു അവളുടെ ലൈഫ്. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. ഞാൻ വന്നു, കണ്ടു, കീഴടക്കി നമ്മൾ പറയൂലേ, അതെന്താണ്? ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്. എല്ലാ ഫാമിലിയിലെയും ആദ്യത്തെ കുഞ്ഞ് അല്ലേ, അതൊരു സ്പെഷ്യാലിറ്റി ആയിരിക്കും. ദെയർ വാസ് ദ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻ ഓൺ എ നെയിം ഫോർ മീ. അപ്പം എന്താണ്? ആദ്യത്തെ കുട്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പേര് എന്തിടും എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുമായിരുന്നു. ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് ടു ബി ലൈറ്റ്ലി നെയിംഡ്. എവറി വൺ വാസ് എംഫറ്റിക് അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്താണ്? അത് സിമ്പിളായിട്ട് ലൈറ്റായിട്ടുള്ള നെയിമല്ല വേണ്ടത്. ആദ്യത്തെ കുട്ടിയല്ലേ, അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള നെയിമല്ല വേണ്ടത് എന്ന് പറഞ്ഞു. എംഫറ്റിക് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു. എബൌട്ട് ദാറ്റ് മൈ ഫാദർ സജസ്റ്റ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. അപ്പോൾ ഫാദർ എന്ത് ചെയ്തു? ഒരു പേര് സജസ്റ്റ് ചെയ്തു. അതാരാണ്? മിൽഡ്രഡ് ക്യാമ്പൽ. ഷീ വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസസ്റ്റേഴ്സ്. അത് ഹൈലി എസ്റ്റീം എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു പൂർവികയായിരുന്നു. അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു പൂർവികയായിരുന്നു അവൾ. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച് മൈ ഫാദർ ഫോർഗെറ്റ് ദ നെയിം ഓൺ ദ വേ. അപ്പോൾ എന്താണ്? പേരിടാനായിട്ട് ചർച്ചിലോട്ട് പോകുന്ന വഴി ആ എക്സൈറ്റ്മെൻറ്റിൽ അദ്ദേഹം ആ പേര് മറന്നുപോയി. വെൻ ദ ചർച്ച് മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം ഫോർ ഇറ്റ് ഹീ ഗേവ് ദ നെയിം ഹെലൻ ആഡംസ്.
അപ്പോൾ എന്ത് ചെയ്ത് ചർച്ച് മാസ്റ്റർ അവിടുത്തെ അദ്ദേഹം ചോദിച്ചപ്പോൾ പള്ളിയിലെ വികാരി ചോദിച്ചപ്പോൾ എന്തായത് പെട്ടെന്ന് കിട്ടിയത് എന്താണ് ഹെലൻ ആഡംസ് എന്നായിരുന്നു. അപ്പോൾ എന്താണ് അവൾക്ക് ആ പേര് വന്ന് ഹെലൻ ആഡംസ് എന്ന്. ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് ഹെലൻ നെയിം കിട്ടിയത്? അവളുടെ ഫാദർ എന്താണ് ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ ടു ദ ചർച്ച്. When the church minister asked him for it, he gave the name Helen Adams. Okay. I showed many signs of an eager, self-asserting disposition when I was still a baby. അപ്പോൾ എന്താണ് I showed many signs of eager എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ? ഈഗർ എന്ന് ഉദ്ദേശിക്കുന്ന താല്പര്യം, അതേപോലെ തന്നെ സെൽഫ് അസെറ്റിംഗ് ആത്മധൈര്യം, കോൺഫിഡൻ്റ് എന്നൊക്കെ പറയും. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അവളുടെ ക്യാരക്ടർ, സ്വഭാവം. അവൾ കുഞ്ഞിലെ തന്നെ എന്താണ് ഭയങ്കര ആത്മധൈര്യം ഉള്ളതും ഭയങ്കര എന്താണ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്. ഞാൻ കുഞ്ഞിലെ തന്നെ എന്താണ് ആൾക്കാർ ചെയ്യണ കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ തുടങ്ങി. At 6 months I could pipe out how do you do. ഇതിൻ്റെ ഹൗ ഡൈ ഇതില്ലേ, അത് അവരുടെ ഭാഷയിൽ ഹൗ ഡു യു ഡു അത് ചോദിക്കാൻ തുടങ്ങി 6 മാസം ഇപ്പം. One day I attracted everyone's attention by saying ടി 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 quite plainly. എല്ലാവരും അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്താണ്, പെട്ടെന്ന് അവൾ ടി ടി എന്ന് അവൾ പറയാൻ തുടങ്ങിയെന്ന് ഒരു ദിവസം. Even after my illness, I remembered one of the words I had learned in these early months. അവൾക്ക് അസുഖം വന്ന ശേഷം അവൾ കുഞ്ഞിലെ പറഞ്ഞ ഒരു വേർഡ് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായുള്ളൂ. അതെന്തായിരുന്നു? ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അത് വാട്ടർ എന്നുള്ള വേർഡായിരുന്നു. ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദാറ്റ് വേർഡ് ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. അസുഖം വന്നതിന് ശേഷം എന്താണ് അവൾ വാവാന്ന് ആ വാട്ടർ എന്നുള്ള എന്താണ് ഇത് മാത്രമേ അവളുടെ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ എന്ന്. ഐ സ്റ്റോപ്പ്ഡ് മേക്കിംഗ് ദ സൗണ്ട് വാ വാ ഓൺലി വെൻ ഐ ലേൺഡ് ദ സ്പെൽ ഓഫ് ദ വേർഡ്. ആ വേർഡിൻ്റെ സ്പെല്ലിങ് പഠിച്ചതിന് ശേഷമാണ് പിന്നെ അവൾ വാട്ടറിന് ശരിയായ സ്പെല്ലിങ് പഠിച്ചതിന് ശേഷമാണ് അവളത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. They tell me I walked the day I was a year old. My mother had just taken me out of the bathtub and was holding me in her lap. I was suddenly attracted by the flickering shadows of leaves that danced in the sunlight on the smooth floor. They tell me I walked the day I was a year old. ഒരു വയസ്സുള്ളപ്പോൾ അവൾ നടക്കാൻ തുടങ്ങിയെന്ന് അവർ പറഞ്ഞു. My mother had just taken me out of the bathtub and was holding me in her lap. അവളുടെ അമ്മ അവളെ കുളിപ്പിക്കാനായിട്ട് ബാത്ത് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ അവളുടെ അമ്മയുടെ മടിയിലിരുത്തിയപ്പോൾ ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ എന്താണ് ഡാൻസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച സൂര്യപ്രകാശത്തിൻ്റെ ആ നിഴലിൽ ഇല കാണൂലേ, ഇലയുടെ ആ നിഴൽ കാണുമ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് അവൾ എന്ത് ചെയ്തു, ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ് ദം. എന്ത് ചെയ്ത് പെട്ടെന്ന് സ്ലിപ്ഡ് അമ്മയുടെ മടിയിൽ നിന്ന് പെട്ടെന്ന് തെന്നി ഇറങ്ങിയിട്ട് അവൾ എന്താണ് അങ്ങോട്ട് ഓടിയെന്ന്. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹെർ ഹാംസ്. പക്ഷെ അപ്പോഴേക്കും അവൾ പെട്ടെന്ന് വീണു പോയി. എന്നിട്ട് അവൾ കരഞ്ഞ് എന്നെ എടുക്കുമെന്നു. I fell down and cried for her to take up in her arms. These happy days did not last long, just 1 year. എന്താണ് ഒരു വർഷം പോലും ഈ ഹാപ്പി ഡേയ്സ് നിലനിന്നില്ല. One brief spring when the robin and the mockingbird sang their melodious songs. റോബിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബേർഡാണ്, നല്ല സ്വീറ്റായിട്ട് പാടുന്ന ഒരു ബേർഡിനെയാണ്. അതുപോലെ മോക്കിംഗ് ബേർഡും റോബിനൊക്കെ നല്ല സൂപ്പറായിട്ട് മെലോഡിയസ് ആയിട്ട് സോങ്സ് പാടുന്ന ഒരു സ്പ്രിങ്. A summer with its blooming roses and fruits, and autumn with its golden fruits and shedding leaves. സമ്മറിൽ നമ്മുടെ ഇവിടുത്തെ സമ്മറും അവിടുത്തെ സമ്മറും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ സമ്മറിൽ ഭയങ്കര വെയിലല്ലേ, അവിടെ സമ്മറിൽ പൂക്കൾ വളരെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണം. ആൻഡ് ഓട്ട്മൺ വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഓട്ട്മണിൽ എന്താണ് ഗോൾഡൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർണ്ണ നിറം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പഴുത്ത് പാകമായിട്ടുള്ള ഫ്രൂട്ട്സ്, പാകമായിട്ടുള്ള ഫ്രൂട്ട്സും ഇലകൾ പൊഴിയണ ഒരു ഓട്ട്മണും വന്നു. ഇറ്റ് ഹാപ്പൺഡ് ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ. എന്താണ് സംഭവിച്ചത്? എന്താണ് ഫെബ്രുവരിയിലെ
ഒരു നടുക്കായിട്ടാണ്. ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ, ശൈത്യകാലത്തിൻ്റെ നടുവിക്ക്. ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. I was struck by the illness which closed both my eyes and ears forever. ഇയേഴ്സും ചെവിയും കണ്ണും ഒരുമിച്ച്, ചെവിയും കണ്ണും, അതായത് മിണ്ടാനും സംസാരിക്കാനും പറ്റാത്ത പെട്ടെന്ന് ഒരു അസുഖം അവൾക്ക് വന്നു എന്ന്. The doctor thought I would not live, but early one morning the fever left me. ഒരു ഫീവർ വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ഡോക്ടർ വിചാരിച്ചിരുന്നത് അവൾ ജീവിച്ചിരിക്കൂലെന്നാണ്. പക്ഷേ ഒരു ദിവസം ബട്ട് ഏർലി മോർണിംഗ്, ആ രാവിലെ അവളുടെ പനിയൊക്കെ മാറി. There was a great rejoicing in the family that morning. അപ്പോൾ എന്താണ്, ഭയങ്കര റീജോയ്സ് ആയിരുന്നെന്ന്. റീജോയ്സ് മീൻസ് എന്തെന്നാണെന്ന് അറിയാമോ? ഹാപ്പിനെസ്. അവളിനി ഡോക്ടർ പറഞ്ഞത് അവൾ ജീവിച്ചിരിക്കില്ല ആണെന്നല്ല, പക്ഷെ അത് പനിയൊക്കെ മാറിയപ്പോൾ ആ കുടുംബത്തിൽ ഭയങ്കര സന്തോഷമായി. ബട്ട് നോ വൺ, നോട്ട് ഈവൻ ദ ഡോക്ടർ ന്യൂ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ. പക്ഷേ അത് കഴിഞ്ഞപ്പം ആ സമയത്ത് ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു അവൾക്ക് ഇനി സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല എന്ന്. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. ഫാൻസി എന്ന് പറഞ്ഞാൽ സ്വപ്നം, അല്ലെങ്കിൽ ഐ വാസ് ഫാൻസി സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. ഇന്നും ആ അസുഖത്തെക്കുറിച്ച് എന്താണ് അവൾക്ക് ഓർമ്മകളുണ്ടെന്ന്. ഐ സ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് ഐ വോക്ക് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. അവളുടെ അമ്മയെ I especially remember the tenderness with which my mother tried to soothe me in my waking hours. അവൾ പ്രത്യേകിച്ച് ഓർക്കണം എന്താണ്, അവളുടെ അമ്മ സൂത്ത് എന്ന് പറഞ്ഞാൽ കൺസോൾ ചെയ്യിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. ടെൻഡർനെസ് വിത്ത് വിച്ച് അവളുടെ അവൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരണ സമയങ്ങളിൽ അവളെ ആശ്വസിപ്പിക്കുന്ന അമ്മനെ അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്. ഐ വോക്ക് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. ഐ ടേൺഡ് മൈ ഐസ് അവേ ഫ്രം ദ വൺസ് ലൗഡ് ലൈറ്റ് ബട്ട് എക്സെപ്റ്റ് ഫോർ ദോസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ്. എൻ്റെ ഉറക്കത്തിൽ നിന്ന് അവളെ എണീറ്റപ്പോൾ ഒരു പ്രാവശ്യം നേരത്തെ സ്നേഹിച്ചിരുന്ന അവളെ എന്താണ് ടേൺഡ് മൈ ഐസ് എവേ ഫ്രം ദ വൺസ് ലവ്ഡ് ലൈറ്റ്. നേരത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആ വെളിച്ചത്തിൽ നിന്ന് അവൾ മുഖം മറച്ചു എന്ന്. ബട്ട് എക്സ്പെക്ട് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ് ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ ലൈക്ക് എ നൈറ്റ് മെയർ. പക്ഷെ ഇതൊക്കെ സംഭവിച്ചത് ഒരു ദുസ്വപ്നം പോലെയാണ് അവൾക്ക് തോന്നിയത്. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. പക്ഷേ പതുക്കെ അവൾക്ക് ആ സൈലൻസ്, അതായത് കേൾക്കാനും കാണാനൊന്നും പറ്റാത്തതിൽ അവൾ പതുക്കെ അതിനോട്ട് പൊരുത്തപ്പെട്ടു തുടങ്ങി. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ വെരി ഡിഫറെൻറ്റ്. പക്ഷെ അവൾ ആ കാര്യമൊക്കെ മറന്നു തുടങ്ങി. അത് അവൾക്ക് ആദ്യം എന്താണ് കാണാനും കേൾക്കാനും പറ്റാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നല്ലോ. പക്ഷെ അതൊക്കെ അവൾ യൂസ്ഡായി. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. പക്ഷേ അവൾക്കൊരു ടീച്ചർ വന്നിരുന്നു. ആ ടീച്ചറാണ് അവളുടെ എല്ലാം ചേഞ്ച് ചെയ്തത്. അവൾക്ക് കാഴ്ചശക്തി ഇല്ലെന്നും കേൾവിശക്തി ഇല്ലെന്നുള്ള ആ ഒരു മനോഭാവം മാറ്റി തിരിച്ച് അവളെ ഫ്രീ ആക്കി വിട്ടത് അവളുടെ ടീച്ചറാണ്. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. പക്ഷേ ആദ്യത്തെ 19 മാസം അവൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ്, എ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലിംസസ് ആ വേർഡ് ഓർക്കുന്നില്ലേ എല്ലാവരും? ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് നമ്മൾ പഠിച്ചില്ലേ? ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്നുള്ളൊരു നോട്ടം. ആ കാഴ്ചകൾ, അവൾ കണ്ട കാഴ്ചകളൊന്നും അവൾ മറക്കില്ല. ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ വിശാലമായ പാടശേഖരങ്ങൾ, പച്ച നിറത്തിലുള്ള പാടശേഖരങ്ങൾ. എ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ആകാശങ്ങളും മരങ്ങളും പൂക്കളും ഒന്നും അവൾക്ക് മറക്കാൻ കഴിയില്ല. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് വുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ദെം ഔട്ട്. പക്ഷെ ആ ഇരുണ്ട ആ അന്ധത അവൾക്ക് എന്താണ്, ആ കാഴ്ചകളെ ഒന്നും മായ്ച്ചു കളയാൻ സാധിക്കില്ല. അവൾ ജനിച്ചപ്പോൾ മുതൽ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ അത് എപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരിക്കാം. അതൊന്നും ഒരിക്കലും അവൾക്ക് പൂർണ്ണമായിട്ടും ആ ശൂന്യത, ആ അന്ധത ഒരിക്കലും ആ
ഇരുട്ട് അവളുടെ ആദ്യത്തെ കാഴ്ചകളെയൊന്നും മറച്ചു കളയാൻ പൂർണ്ണമായിട്ടും സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഹെലൻ കെല്ലറിൻ്റെ ബയോഗ്രാഫിയിലെ ചാപ്റ്റർ 1. ഇത് കുറച്ച് ഷോർട്ടായിട്ട് ഇതാക്കിയിട്ടുള്ളൂ ഇതിൽ അല്ലേ. അപ്പോൾ എന്താണ് അവൾ ഹെലൻ കെല്ലർ, ഹൂ ഈസ് ഹെലൻ കെല്ലർ ആരാണെന്ന് നമുക്ക് അറിയണ്ടേ. ഹെലൻ കെല്ലർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഓതറാണ്, അതേപോലെ തന്നെ ഒരു ടീച്ചറാണ്, പിന്നെ സാമൂഹിക പ്രവർത്തകയാണ്. അവൾക്ക് 19 മാസം ഉണ്ടായപ്പോൾ ഒരു വന്ന അസുഖമാണ് അവളെ കാഴ്ചശക്തിയും കേൾവിശക്തിയും അവൾ ഇല്ലാതാക്കിയത്. പക്ഷെ അതിൽ നിന്നൊക്കെ മറികടന്ന് അവളെ ഇത്രയും ഒരു എന്താ പറയുക ഒരു സ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് അവളുടെ ടീച്ചറായിട്ടുള്ള ആൻ സുള്ളിവൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ്. അവൾക്ക് ആ ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അവൾ. അതേപോലെ തന്നെ അവൾ അമേരിക്കയിലെ ഒരു കോളേജിൽ നിന്ന് ബിരുദം നേടി. അത് അവിടുത്തെ ആദ്യമായിട്ട് ആ കോളേജിൽ നിന്ന് കാഴ്ചയും കേൾവിശക്തി ഇല്ലാതെ ബിരുദം നേടിയ ആദ്യ വ്യക്തിയാണ് നമ്മുടെ ഹെലൻ കെല്ലർ. ഇപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ഈ ഓട്ടോബയോഗ്രാഫിയിൽ ചാപ്റ്റർ 1 നമ്മളെന്താണ് പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ മറികടന്ന് നമ്മൾ ഒരിക്കൽ വിജയത്തിലേക്ക് എത്തണമെന്ന്. അതിന് എന്തൊക്കെയാണ് സഹായിക്കണം, നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ വിജയിക്കണമെങ്കിൽ അല്ലേ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ അവളെ പിന്തുണയ്ക്കാൻ, അവളെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ ടീച്ചറായിട്ടുള്ള ആൻ സുള്ളിവൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളുടെ ഹാർഡ് വർക്കും ഉണ്ടായിരുന്നു അല്ലേ. അവൾ പഠിച്ചതും ഇത്രയും ബിരുദം നേടിയതും ഒക്കെ അവളുടെയും കൂടി ഹാർഡ് വർക്കും കൂടിയാണ്. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ ജീവിതം അവസാനിപ്പിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ വെച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു രോഗം വന്ന് ഞാനിവിടെ വെച്ച് എല്ലാം ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ എല്ലാം നിർത്തണമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. പകരം എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വിജയം നമ്മുടെ ഓൺ സ്പേസിൽ വിജയം കൈവരിക്കണം. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, അത് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അത് നിങ്ങളുടെ ആഗ്രഹത്തിലോട്ട് പോവുക. ഓക്കെ. ഹെലൻ കെല്ലർ 1962 was born in Alabama, USA. She lost her sight and hearing 19 months after birth due to an undiagnosed brain disease. She went on to become the first differently abled person to graduate in America. She was considered one of 100 most influential people in the country. Today, Helen Keller is a symbol of determination, endurance, and struggle. Her autobiography, The Story of My Life, is a record of her struggles and successes. Dave is trying to list out of the events in the early life of Helen Keller, but he is not able to put them in order. Read the passage once again and help him write the following in the correct order. അപ്പോൾ ഡിസോർഡർ ആയിട്ടാണ് തന്നേക്കുന്നത്, ഓർഡറിൽ ഇതാണ് വന്നിരിക്കണം. അപ്പോൾ ഫസ്റ്റ് എന്താണ് വരുന്നത്, Helen was the first baby in the family. And second one വരുന്നത് there was a heated discussion on naming the baby. Third one, Mildred Campbell was the name suggested for the baby. Fourth one വരുന്നത് Helen learned the word water in her early months, and Helen started walking the day she became a year old. And last, Helen fell ill. ഇത് ഈസിയാണല്ലേ, നമുക്ക് ചാപ്റ്റർ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് സെക്കൻഡ് വണ്ണിലോട്ട് പോകാം. Choose another suitable title from the options given below for the passage. You may also give one of your own. The quest for a name, Unfolding Grief Seasons. അൺഫോൾഡിങ് ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഃഖം പ്രകടമാക്കുന്നത് അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു ഇത്. സീസൺസ് അറിയാമല്ലോ, ഞാനാണെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ക്വസ്റ്റ് ഫോർ എ നെയിം. ഇതിൽ ഈ മൂന്നെണ്ണത്തിലും നല്ലത് അതാണല്ലേ. തേർഡ് വൺ, സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൻ ബിലോ. സീസൺ സ്പ്രിങ് ഫീച്ചേഴ്സ് ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സിംഗ് മെലോഡിയസ്. സമ്മർ, റോസസ് ബ്ലൂം ഇൻ ദ ഗാർഡൻ ആൻഡ് ഓട്ട്മൺ ലീവ്സ് ടേൺ യെല്ലോ ആൻഡ് ഫോൾ. വിൻ്റർ ദ എർത്ത് ഈസ് കവേർഡ് വിത്ത് സ്നോ. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഞാനിത് തന്നെന്ന് വിചാരിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. പിന്നെയും പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ഒരു 2-3 ടൈംസ് വായിക്കണം എല്ലാ ദിവസവും. എക്സാം എത്തുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ സ്റ്റോറി കാണാപ്പാടായിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റും. ആൻഡ്
24th വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ എത്ര സീസൺസ് ഉണ്ടെന്ന് അതിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാവുന്നേ ഉള്ളൂ. 5th വണ്ണാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലർസ് മദർ, കേറ്റ് കെല്ലർ. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹർ? ഇമാജിൻ നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടർ ആണെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടി ഹെലൻ കെല്ലറിൻ്റെ അമ്മ കേറ്റ് കെല്ലറായിട്ട് സംവദിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ഡിഡ് യു ഫീൽ വെൻ ഹെലൻ ലോസ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ്? നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ചയും പോയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ, വാട്ട് വർ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് യു ഫേസ്ഡ് വൈൽ റേസിങ് ഹെലൻ? ഹെലനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഹൗ ഡിഡ് യു ഫൈൻഡ് ആൻ സള്ളിവൻ ടു ടീച്ച് ഹെലൻ? നിങ്ങൾ എങ്ങനെയാണ് ആൻ സള്ളിവനെ കണ്ടുപിടിച്ചത്? വാട്ട് ചേഞ്ചസ് ഡിഡ് യു നോട്ടീസ് ഇൻ ഹെലൻ ആഫ്റ്റർ ആൻ സള്ളിവൻ കെയിം? ആൻ സള്ളിവൻ വന്നതിന് ശേഷം ഹെലനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? വാട്ട് ചേഞ്ചസ് വുഡ് യു ലൈക്ക് ടു ഗീവ് ടു പാരൻസ് ഓഫ് ചിൽഡ്രൻ വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗീവ് ടു പാരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസേബിലിറ്റീസ് ഉള്ള പരിമിതികളുള്ള കുട്ടികളുടെ പാരൻസിന് നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജ്, എന്ത് സന്ദേശമാണ് കൊടുക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് നിർത്താം അല്ലേ. അപ്പോൾ ഇത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. നമ്മൾ ഒരു റെഫറൻസ് നോക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ, എന്നാലും നിങ്ങൾക്ക് എക്സാമിനൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഓൺ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ബേസും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വൈസും നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.